മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള കായടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നോമ്പിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. പഴം എടുക്കുമ്പോൾ എപ്പോഴും അധികം പഴുക്കാത്ത പഴം നോക്കിയിട്ട് എടുക്കണേ. കാരണം അധികം പഴുത്തതാവുമ്പം നമുക്ക് നന്നായിട്ട് കിട്ടൂല. നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏകദേശം ഇതുപോലത്തെ പഴം വേണം എടുക്കാൻ. കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കുക. ഈ പഴം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഈ പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായിട്ട് വന്നാൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത് കോരി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ചിക്കി പൊരിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിമെല്ലാം നല്ലോണം കുറച്ച് വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പഴം എടുക്കുക. പഴത്തിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ മാഷർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പിന്നെ ഇത് ചൂടോടെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചൂടോടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. എല്ലാ പഴവും നമ്മൾ ഇതേപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നിങ്ങൾ എടുക്കുന്നത് കുറച്ച് പഴുപ്പ് കൂടിയ പഴമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ പരത്തിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നന്നായിട്ട് ഷേപ്പ് ആക്കി കൊടുക്കണം. ഇതുപോലെ അടൻ്റെ ഷേപ്പിലാക്കിയിട്ട് വേണം നമ്മൾ എല്ലെണ്ണം റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ എല്ലെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഇടരുത്. 1 or 2 ഒക്കെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കായട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ.